നമ്മുടെ വീട്ടിന് ചുറ്റും ഇറങ്ങി നോക്കിയാൽ അയാൾക്ക് എന്തുകൊണ്ട് കുഴപ്പമില്ല, എന്തുകൊണ്ട് അവർ 16-ാം ദിവസം അല്ലെങ്കിൽ 20-ാമത്തെ ദിവസം അറ്റാക്ക് വന്നത്? സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഇതിൻ്റെ കാരണം. ഞാൻ ഈ പറഞ്ഞ 4 രാശികളുടെ ശുക്രൻ്റെ ശനിയുടെ മാസം, ഇടവവും തുല ശുക്രൻ്റെ രാശികൾ, മകരവും കുംഭം ശനിയുടെ മാസം. അപ്പോൾ ഇടവം തുല മകരം കുംഭം രാശികളിൽ ജനിച്ച ഒരു വ്യക്തി, മാസങ്ങളിൽ ജനിച്ച ഒരു വ്യക്തിക്ക് മെലിഞ്ഞിരുന്നാലും LDL കണ്ടന്റ്. സർ, ഈ ആസ്ട്രോളജി കൊണ്ട് നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാനും അതിനുവേണ്ട പരിഹാരങ്ങളും ഈ ആസ്ട്രോളജി വഴി നടക്കില്ലേ? അത് ഏത് രീതിയിലാണ്? അതിനാണ് മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്നത്. മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകം തന്നെയാണ് അതിൻ്റെ ബേസ്. ലഗ്നാധിപൻ, അഷ്ടമാധിപൻ, 6-ാം ഭാവാധിപൻ, ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, അനുകൂലനാണോ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നവജാത ശിശുക്കൾ മരിക്കുന്നു. നമ്മളിപ്പം ആൾക്കാരൊക്കെ പറയത്തില്ല അവൻ്റെ കർമ്മഫലമാണോ 40-ാമത്തെ വയസ്സ് മരിച്ചത്. പക്ഷേ ജനിച്ച് അമ്മയുടെ മുലപ്പാൽ പോലും നുകരുന്നതിന് മുൻപേ കുട്ടി മരിക്കുന്നു. അത് എന്ത് ദോഷം ചെയ്തിട്ടാണ്? എന്ത് ദോഷം ചെയ്തിട്ടാണ് കുട്ടി അങ്ങനെ ഉണ്ടായ? ദൈവത്തിന് ആ കുട്ടിയെ ജനിപ്പിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതാണ് നമ്മുടെ ജാതകത്തിനകത്തെ ആയുർഭാവം. ആ കുട്ടിക്കൊരു ജന്മം എടുക്കണം, മരിക്കണം. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു സുപ്രീം പവറുണ്ട്. ആൾക്കാർ ചോദിക്കും, ചേട്ടൻ ഉദ്ദേശിച്ച ദൈവത്തിനെ കുറിച്ചല്ലേ? അതെ, ദൈവത്തിനെ കുറിച്ച് തന്നെ ഉദ്ദേശിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. സംശയമുണ്ട്? എന്തുകൊണ്ട് മനുഷ്യൻ്റെ മൂക്ക് താപ്പോട്ടായി? ഇത് മേപ്പോട്ടായിരുന്നെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ താരം മേപ്പോട്ടാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കുടയില്ലാതെ മെട്രോ സ്റ്റേഷൻ വരെ പോകണം, എങ്ങനെ പോകും? അപ്പം നിൻ്റെ മൂക്ക് ഇങ്ങനെ ആയിരിക്കണമെന്നും ചെവി ഇങ്ങനെ ആയിരിക്കണമെന്നും ചെവിക്ക് ഇന്ന കർമ്മങ്ങളാണുള്ളതെന്നും റിഫ്ലക്സ് ആക്ഷൻ, കണ്ണിൽ എന്തെങ്കിലും കൊള്ളാൻ വരുമ്പോൾ തല പെട്ടെന്ന് വെട്ടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓമയടയും. ഇതൊക്കെ ആരാണ് നിശ്ചയിച്ചതൊക്കെ ചെയ്തിരിക്കുന്നത്? എല്ലാ മനുഷ്യൻ്റെയും മൂക്ക് താപ്പോട്ടായിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞൊരു കോമഡിയായിട്ട് പറഞ്ഞ ഉദാഹരണം, മൂക്ക് മുകളിലോട്ടാണ്, ദ്വാരം മേപ്പോട്ടാണ്, മഴ പെയ്യുന്നു, നമുക്ക് മെട്രോ സ്റ്റേഷനിൽ പോകണം, അറിയാമല്ലോ. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? കുളിക്കുമ്പോൾ തന്നെ 2 തുള്ളി വെള്ളം മൂക്കിക്കാനുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു സുപ്രീം പവറാണ് നിശ്ചയിച്ച് ഇതൊക്കെ ഹ്യൂമൻ ബോഡി എങ്ങനെയാക്കി. നമുക്കുള്ള ഹ്യൂമൻ ബോഡിയിൽ എന്തെല്ലാം പ്രവർത്തനം, കിഡ്നിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഒരു കോഴിക്കുഞ്ഞ്, ഒരു താറാവിൻ്റെ കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞതേ ഉള്ളൂ. 2 പേരെയും കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളത്തിൻ്റെ കരയ്ക്കകത്ത്, താറാവ് കുഞ്ഞ് കൂളാട്ടിറങ്ങിപ്പോവും. ആരും പറഞ്ഞിട്ടില്ല, മുട്ടയിൽ നിന്ന് വിരിഞ്ഞതേ ഉള്ളൂ. കോഴിക്കുഞ്ഞ് വെള്ളം കാണുമ്പോൾ തിരിച്ചു വിടും. എന്തുകൊണ്ട്? ഇതിൻ്റെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയ ശക്തി ഏതാ? ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയ മുങ്ങിപ്പോകുന്ന കോഴിക്കുഞ്ഞിനോട് ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ മുങ്ങത്തില്ല താറാവ് കുഞ്ഞിനോട് ആര് പറഞ്ഞു കൊടുത്തു? ആ ഒരു ഇൻവിസിബിൾ പവർ, ദാറ്റ് ഈസ് നോൺ ആസ് ഗോഡ്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ എത്ര നാൾ ഭൂമിയിൽ ജനിക്കണമെന്ന് നമ്മളൊക്കെ ഇതൊക്കെ ഈ കാണിക്കുന്നതും പ്രകസനം, ഈ ഓട്ടവും ചേട്ടവും എല്ലാം 35,000 ദിവസത്തെ കളിയാണ് ഭൂമിയിൽ കളിക്കുന്നത് മാക്സിമം. ഒരു വ്യക്തി ജനിച്ചിരിക്കുന്ന 80 വയസ്സ് വരെ ഉണ്ടെങ്കിൽ 35,000 ദിവസം. അതിൽ കുറേ നാൾ നമുക്കുള്ള ചെറുപ്പകാലത്ത് പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ കുറേ നാൾ വയസ്സ് ഞാൻ ഇഴഞ്ഞ് നടക്കും. ഇതിനിടയ്ക്ക് ഒരു 25 അല്ല 20 വയസ്സ്, 25 വയസ്സ് തൊട്ട് ഒരു 45 വയസ്സ് അല്ല 50 വയസ്സ് വരെയാണ് നമ്മൾ അത്യാവശ്യം മര്യാദയ്ക്ക് ജീവിക്കുന്നത്. ആണല്ലോ. 35,000 ദിവസം. അതിനുവേണ്ടി ആൾക്കാരെ ചതിക്കുന്നു, പറ്റിക്കുന്നു, പിടിച്ചെടുക്കുന്നു, കള്ളക്കടത്ത് നടത്തുന്നു, കോഴികൾ കൂട്ടി വെക്കുന്നു. പോകുമ്പോൾ ഒരു മുട്ടപ്പിൻ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആൾക്കാരോടൊക്കെ പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇനി അത് ചെയ്യാൻ നിനക്ക് മനസ്സില്ല, നോ പ്രോബ്ലം. പക്ഷേ ദ്രോഹവും ചെയ്യരുത്. ഒരാളെ സഹായിക്കാൻ പറ്റത്തില്ല, ചെയ്യണ്ട. പക്ഷെ അവർ ദ്രോഹിക്കാൻ പോകാതിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇപ്പം ഞാനീ പറയുന്ന ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്കത് പല രൂപത്തിൽ ഒക്കെ കാണാം. അപ്പം നമ്മുടെ ജാതകത്തിൽ ദൈവം അതിനായിട്ടുള്ള അടയാളങ്ങൾ തന്നിരിക്കും. നിൻ്റെ ജാതകത്തിൽ ഇന്ന അസുഖങ്ങളുണ്ട്. മെഡിക്കൽ ആസ്ട്രോളജി എന്നല്ല ചോദിച്ചത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പ്രധാനപ്പെട്ട ഗ്രഹമാണ് ജാതകത്തിനകത്ത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇടവം തുല മകരം കുംഭം രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. ജ്യോതിഷത്തിൽ പറയുന്നത് സൂര്യന് 2 ശത്രുക്കളാണുള്ളത്, ശനിയും ശുക്രനും. ഞാൻ ഈ പറഞ്ഞ 4 രാശികളുടെ ശുക്രൻ്റെ ശനിയുടെ മാസങ്ങളാണ്. ഇടവവും തുല ശുക്രൻ്റെ രാശികൾ, മകരവും കുംഭം ശനിയുടെ മാസങ്ങൾ. അപ്പോൾ ഇടവം തുല മകരം കുംഭം രാശികളിൽ ജനിച്ച ഒരു വ്യക്തി, മാസങ്ങളിൽ ജനിച്ച ഒരു വ്യക്തിക്ക്
മെലിഞ്ഞിരുന്നാലും LDL കണ്ടന്റ് കൂടും. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ. എൻ്റെ ഇടയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ചിലരോട് ഞാൻ പറയും, പെട്ടെന്നൊന്ന് കൊളസ്ട്രോൾ ഒന്ന് നോക്കിക്കോണെന്ന് പറയും. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും, സാറേ ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണ്, സ്ത്രീയാണ്, ഭർത്താവും ഭാര്യയുണ്ട്, ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു, സോ വാട്ട്, യു ഹാവ് ടു ചെക്ക് യുവർ കൊളസ്ട്രോൾ. ആ സേഫ്ലി ആ പോസിബിൾ. അവർ ഒരു ഭർത്താവ് ഒരു കാര്യം നമുക്ക് ലാത്തായിട്ടായപ്പോൾ നോക്കിയിട്ട് വന്നപ്പോൾ അവർ ഹൈ കൊളസ്ട്രോളാണ്, LDL കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു, സാറേ നോൺ വെജ് കഴിക്കത്തില്ലെന്ന് അവൾ പരിപ്പ് കറിക്കകത്തോടെ നെയ്യിട്ടാണ് കഴിക്കുന്നത്. നോൺ വെജ് കഴിക്കുന്നില്ല, പരിപ്പ് കറി വെച്ചാലും നെയ്യിട്ടാണ് കഴിക്കുന്നത്, പശു നെയ്യ്. അപ്പോൾ അത് ഈ ഡ്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന സാധനം കൂട്ടും, എണ്ണ കൊളസ്ട്രോൾ എന്ന് പറയത്തില്ല. അപ്പം ചില വ്യക്തികൾ നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മ വന്ന് പറയും, മോളെ ആ പെണ്ണുമ്പോൾ അറ്റാക്ക് വന്ന് ചത്തുപോയി. നമുക്കറിയാം അവർക്ക് അറ്റാക്ക് വന്ന് അവർ ഉണങ്ങിയിരുന്നതല്ലേ. എന്തുകൊണ്ടാണ്? ചില തടിയന്മാർക്ക് ചീത്ത കൊളസ്ട്രോൾ കാണത്തില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീട്ടിന് ചുറ്റും ഇറങ്ങി നോക്കിയാൽ അയാൾക്ക് എന്തുകൊണ്ട് കുഴപ്പമില്ല, എന്തുകൊണ്ട് അവർ 16ാമത്തെ ദിവസം അല്ലെങ്കിൽ 20ാമത്തെ ദിവസം അറ്റാക്ക് വന്ന് വരും. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഇതിൻ്റെ എല്ലാം കാരണം. ബലമുള്ള രാശിയിൽ നിൽക്കുന്ന സൂര്യൻ നിൽക്കുന്ന രാശിക്കാർ വലിയ രീതിയിൽ ഹൃദയരോഗങ്ങൾ വരാൻ ചാൻസ് കുറവും. എന്ന് വെച്ചാൽ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ നോർമലായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മേടമാസം 10ാം ഉദയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മേടപ്പത്ത്. എന്താണ് ഈ 10ാം ഉദയത്തിൻ്റെ പ്രത്യേകത? മേടമാസത്തിലാണ് സൂര്യൻ ഏറ്റവും കൂടുതൽ പവർ. സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം. അതേ തന്നെ മേടം 10 എന്ന് പറഞ്ഞാൽ സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്നവരാണ്. 10ാം ഉദയത്തിന് ഉച്ചയ്ക്ക് 12 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ജനിച്ചവരെന്ന് നോക്കുക. അതായത് അഭിഞ്ഞ മുഹൂർത്തം എന്നൊക്കെ പറയും. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ABCയുടെ ചാനലിൻ്റെ മാധ്യമത്തിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. 10ാം ഉദയം മേടം 10-ന് 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ജനിച്ചവരെല്ലാം ഒന്ന് വിളിക്കാൻ പറഞ്ഞ് ജാതകം കൊണ്ട് കാണിക്കാൻ പറയും. ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. എത്ര പേരുണ്ടെന്നറിയാം. റെയർ ആൾക്കാരെ കാണും. ഉണ്ടെങ്കിൽ തന്നെ അവരിവിടെ കാണത്തില്ല, അവരൊക്കെ ഹൈ പൊസിഷനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അറ്റാക്ക് വരാൻ ചാൻസ് കുറവാണ്. കാരണം സൂര്യൻ ബലവാനാണ്. തടി ഉണ്ടായാലും പ്രശ്നങ്ങളോ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരത്തില്ല. നേരെ മറിച്ച് ഇതേ സൂര്യൻ മേടമാസത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. ഈ സൂര്യൻ എപ്പോഴെങ്കിലും ഏറ്റവും ബലം കുറഞ്ഞ രാശിയിലേക്ക് പോകും. അതാണ് സൂര്യൻ്റെ തുലാരാശി, തുലാം 10. ഇപ്പം തുലാമാസം മുഴുവൻ, മലയാള മാസം തുലാമാസത്തിൽ ജനിച്ച ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രശ്നമായിരിക്കും. അപ്പം ഞാൻ ജാതകം നോക്കുമ്പോൾ ഇതാണ് നോക്കുന്നത്, ഇവൻ തുലാമാസത്തിലാണോ ജനിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ നിജത്തിലാണോ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുള്ള അഷ്ടമാധിപത്യം, അല്ലെ അഷ്ടമാധിപൻ, അല്ലെ 6ാം ഭാവം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ LDL കൊളസ്ട്രോൾ. അതിന് ഞാൻ പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ പറയും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാൻ 90 രൂപ കണ്ടോ. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ 400 രൂപ. ലിപ്പിഡ് പ്രൊഫൈലിനകത്ത് LDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്. HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ, LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ആസ്ട്രോളജിക്ക് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ചിലരോട് ഞാൻ പറയും, നീ ആയുർവേദം എടുക്കും, ചിലർക്ക് ഹോമിയോ എടുക്കും, ചിലർക്ക് ഇതിൻ്റെ എല്ലാം കൂടെ യോഗ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന അസുഖങ്ങളുണ്ടെങ്കിൽ ചിലരോട് ഞാൻ രത്നധാരണം ധരിക്കാൻ. അതാണ് ജെം തെറാപ്പി. ജെം തെറാപ്പി എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ട്, രത്ന ചികിത്സ. ഇന്ന അസുഖങ്ങൾക്ക് ഇപ്പം നമുക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ഒരു വ്യക്തി ഇന്ദ്രനീലവും മരുന്നും കോമ്പിനേഷൻ ധരിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ കോമൺ കാൽക്കുലേഷൻ. ഇന്ദ്രനീലവും മരുന്നും കോമണായിട്ട് ധരിക്കുമ്പോൾ ഞരമ്പ് രോഗം മാറും ഓക്കെയാണ്. പക്ഷേ ബുധൻ്റെയും ശനിയുടെയും പൊസിഷൻ കൂടി നോക്കിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യാവും. അപ്പോൾ ഇതാണ് മെഡിക്കൽ ആസ്ട്രോളജിയുടെ ബേസ്. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സുരേഷ് ശിവശൈലവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ സുരേഷുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.